Assalamualaikum. Welcome to First Lash and Vlog. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇറച്ചി ചോറിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇറച്ചി ചോറിന് കോമ്പിനേഷനായിട്ട് ഒരു പുളിങ്കറി ഉണ്ട്. പുളിങ്കറിൻ്റെ റെസിപ്പി ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതാണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയിട്ട് വായോ. ഈ ഒരു ഒന്നര സവാള എടുത്തിട്ടില്ല, വലിയ സവാള ആയതുകൊണ്ട് നമ്മൾ ഒന്നര സവാള എടുത്തില്ല, ഒരു കാൽ ഭാഗം മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു 5 പച്ചമുളക് ഇതേപോലെ നടുവേ ഒന്ന് കാണിച്ചു തരും. ഇതുപോലെ നടുവേ കീറിയിട്ടിടുന്നതാണ് 5 എണ്ണം. പിന്നെ അതിലേക്ക് ഒരു തക്കാളി എന്ന് പറയുമ്പോൾ ചെറിയ തക്കാളി മതി, വലുത് വേണ്ട. ചെറിയ തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇടണം. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് കഴുകിയെടുക്കണം. നല്ല സോഫ്റ്റ് ആക്കണ്ടേ കഴുകിയിട്ട്. അതായത് ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കുറച്ച് ഹാർഡിരിക്കുമ്പോൾ കുറച്ച് നല്ലോണം കഴുകിയിട്ട് സോഫ്റ്റ് ആക്കണം. കുരു നമ്മൾ കളയുന്നു. നമുക്ക് വേപ്പില കൂടെ വേണം. നമ്മൾ സ്വന്തം വളപ്പിന്ന് കൊച്ചിക്കാർ വളപ്പിയത് പറിച്ചെടുത്ത കറിവേപ്പിലാണ്. പിന്നെ ഞങ്ങൾക്ക് പുളിങ്കറിക്ക് മെയിനായിട്ടുള്ളൊരു ആവശ്യത്തിലുള്ള ഒരു സാധനമാണ് പുളി, വാളംപുളി. പല സ്ഥലത്തും പല പേരാ പറയണത്. നമ്മൾ വാളംപുളി എന്നാണ് പറയണത്, നീളത്തിലുള്ള പുളിയല്ലേ. അത് ഞാൻ സാധാരണ തിളപ്പിച്ച വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ്. അതാവുമ്പോൾ പുളി നല്ലോണം ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടുള്ള വെള്ളത്തിലിടുന്നത്. ചിലർ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് പുളി ഇട്ടിട്ട് തിളപ്പിക്കും. അപ്പോൾ നല്ലോണം പുളി ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ്. പുളി നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഒരു ടിപ്പാണ്. പുളിങ്കറിക്ക് എടുത്ത് വെച്ചിരുന്ന സാധനങ്ങൾ പുളി, ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളി, കറിവേപ്പില, ഒരു 1.25 വലിയ സവാള ഉണ്ട്, 1.25. പിന്നെ തക്കാളി ഒരു ചെറുതായി അരിഞ്ഞത്, ഒരു 5 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത്. പിന്നെ ഇതിലേക്ക് ഇത് മല്ലിയില ഇടുന്നുണ്ട്. പിന്നെ കശുവണ്ടി ഇടും, ചെറുതായിട്ട് അരിഞ്ഞിട്ട് കശുവണ്ടി ഇടും. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം. പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചെറിയ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇതായിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണം. ഒരു 3 ടീസ്പൂൺ അല്ലേ, 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചീറ്റി പോയിട്ടുണ്ട്. വെളിച്ചെണ്ണ അധികം ചൂടായിട്ടുണ്ടായില്ല, ഇപ്പോൾ പൊട്ടി വരുന്നുള്ളൂ. കടുക് ചൂടായി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ, ചട്ടി ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ ശരിയായിക്കോളും. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ഒരു വാടിയിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അല്ലേ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി, അതായത് ഈ ഒരു ടീസ്പൂണിൽ ഒരു ടീസ്പൂണല്ല, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇടുന്നപ്പോഴാണ് ലാസ്റ്റാണോ? ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ഇളക്കാം. ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ഇടാൻ വേറാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഇത് 3 കൂടി ഒന്ന് മുരിക്കണല്ലേ, നല്ലോണം മുരിഞ്ഞ് പച്ചച്ചവ മാറണ വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇടാം.
അത് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇടണമായിരുന്നു. സവാള ഇട്ടപ്പോൾ പച്ചമുളക് ഇടണമായിരുന്നു. പച്ചമുളക് നേരത്തെ ഇടാൻ മാറുന്നത് കൊണ്ട് ഇപ്പോഴും ഉണ്ട്. അടുത്തത് 2 തക്കാളി എടുത്ത്, അതായത് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള മിക്സിലേക്ക് നമ്മൾ നേരത്തെ ചൂടുള്ളതിൽ ഇട്ട് വെച്ച് വാളമ്പുളി വരും. അതിൻ്റെ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. പിഴിഞ്ഞ് വെച്ച് അത് മറ്റേ പുളി എടുത്ത് മാറ്റിയിട്ട് ആ പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചത്. തീ കൂട്ടണം. നല്ല തുള്ളിൽ വേണം. അപ്പോൾ തീ നമ്മൾ കരിയണതും മുരിയണതും നോക്കിയിട്ട് നമുക്ക് അത് തീ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അത് വെള്ളം കുറവാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിക്കണം, കുറച്ച് ശർക്കര ഇടും. അപ്പോൾ ഇതിലേക്ക് ഇനി ശർക്കരയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വെള്ളം എന്തായാലും ഒഴിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ തന്നെ ശർക്കര ഇടും അല്ലേ? ഇപ്പൊ തിളക്കണേക്കാളും മുന്നേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പാത്രം ശർക്കര ഇട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇനി അതിലേക്ക് നേരത്തെ പുളി കളഞ്ഞ് കഴുകി വെച്ച് ഈന്തപ്പഴം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ഓപ്ഷണലാണ്. ഈന്തപ്പഴം ഇട്ടാൽ ടേസ്റ്റ് കൂടും. പിന്നെ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങളൊന്നും ചെയ്യാറുണ്ട്. കശുവണ്ടി ഇട്ടാലും നല്ലതാണല്ലേ? അപ്പൊ കശുവണ്ടി ഇടുകയാണെങ്കിൽ എപ്പോഴാണ് ഇടേണ്ടത്? അത് മറ്റേ സവാള ഇടുന്നതിന് മുമ്പ് ഒന്ന് വഴറ്റണം. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നിട്ട് പിന്നെ സവാള അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇത് കിടന്നിട്ട് തിളക്കട്ടെ. പുളിങ്കറി ഇപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് തിളക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം ഒരുവിധം വറ്റണം. ഒരുവിധം വറ്റിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. വെള്ളം കുറച്ചുകൂടെ വറ്റണം. എന്താ കുറച്ച് വെള്ളമുണ്ട് നമുക്ക്. കുറച്ചും കൂടി കിടന്നിട്ട് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ പുളിങ്കറി ഏകദേശം വെള്ളമൊക്കെ വച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ തീ ഓഫ് ചെയ്യും. എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരുന്ന് ചൂടാറുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം. നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിച്ചോറിന് മിക്സ്, അതായത് കോമ്പിനേഷനാണ് ഇതും പിന്നെ പപ്പടം, കച്ചമ്പർ, അച്ചാർ. ഇതാണ് ഇറച്ചിച്ചോറിന് കൂടെ കഴിക്കുന്നത്. മെയിനായിട്ട് ഇതുണ്ടാവും കേട്ടോ. നമുക്ക് ലാസ്റ്റ് കുറച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലും കുറച്ച് വേപ്പിലും കൂടി ഇടാം. അത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ചിലർക്ക് മല്ലിയില അങ്ങനെ ഇഷ്ടാവില്ല. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ.